കാര്യം കുറച്ച് സീരിയസാ. നീ ടെൻഷൻ ആക്കാതെ കാര്യം പറ. മോളെ നീ കരയാതെ. ചേട്ടാ ഒരു ഓൺലൈൻ ആപ്പ് വഴി വന്ന് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് തന്നെയാണ് വിഷ്ണു. പക്ഷെ കല്യാണ കാര്യം പറഞ്ഞു വന്നപ്പോ അവൻ എൻ്റെ അടുത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവൻ ചെയ്തു. ബ്രോ, നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ബ്രോയ്ക്ക് പറഞ്ഞുതരാൻ പോകുന്നു. ഈ കഥയിൽ ബ്രോയും ശ്രുവുമാണ് നായികന്മാർ. അവസാനം BPT എന്റെ ഇഷ്ടത്തിന് പറ്റിയ ഒരു പയ്യനെ തന്നെ കണ്ടുപിടിച്ചു തന്നു. ഞാൻ ആക്ച്വലി ഒരു ബെഞ്ചിങ് ആണ് നോക്കുന്നത്. ഞാനിപ്പോ ഒരു അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻഷിപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്കെന്തോ ക്യാഷ് ഫീലിങ്സ് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് നിന്നോട് ILY തിരിച്ചു പറയാൻ പറ്റില്ല. ഇന്ന് 10 മണിക്കുള്ളിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കും. 10 മണിക്ക് നീ എന്താടി ചെയ്തേ? അത് ഞാൻ ചേച്ചി അവള് ബോംബിട്ടു. ബോംബാ? എവിടെ? സോഷ്യൽ മീഡിയ ബോംബിംഗ് എന്ന് വെച്ചാ പോസ്റ്റ് ഇട്ട് അങ്ങോട്ട് വെറുപ്പിക്കുക. കൂടാതെ സാഡ് ഫിഷിംഗ് എന്ന് വെച്ചാ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി സങ്കടപ്പെടുന്ന പോസ്റ്റ് ഇടൂലേ, അത്. അവനെന്നെ വേണ്ടല്ലേ? ഞാൻ ആരാണെന്ന് അവൻ അറിയില്ല. അവൻ്റെ ഒരു വെക്കമ്പി. ഞാനെ കമ്പി ചെയ്യാൻ പോണം. കാണിച്ചു കൊടുക്കാൻ ഞാൻ അവനെ. ബ്രോ, നിങ്ങളിത് കേൾക്കണം. ഇവളുടെ ബോംബ് എന്താണ് നിങ്ങൾക്കറിയോ? ഇവളുടെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോയും എൻ്റെ പേര് വെച്ചിട്ട് സാഡ് സ്റ്റോറിയും. ഇവളുടെ സ്റ്റോറി എൻ്റെ ബൂ കണ്ടു. ഹോസ്റ്റലിലെ ആൾക്കാർ ഷെയർ ചെയ്ത് എൻ്റെ ബൂവിൻ്റെ അടുത്ത് വരെ എത്തി. ബൂ എന്ന് വെച്ചാ സ്വീറ്റ് ഹാർട്ട്. പിന്നെ എനിക്ക് എല്ലാം മനസ്സിലായത്. ഇവളെല്ലാം അയച്ചു കൊടുത്ത് അവളുടെ ഫിൻസ്റ്റ വഴിയായിരുന്നു. ഫിൻസ്റ്റ, ഈ ഫേക്ക് ഇൻസ്റ്റാഗ്രാം ID. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റ പാട് എനിക്കേ അറിയൂ. എന്നിട്ടൊരു ചോദ്യവും, അവളുള്ളപ്പോൾ എന്തിനാ ഈ സ്നീക്കി ലിങ്ക് എന്ന്? സ്നീക്കി ലിങ്ക് എന്ന് വെച്ചാൽ സൈഡിൽ കൂടെ ഉള്ള ഒരു സെറ്റപ്പ്. ഓ സ്കിബിടി മതി, നിർത്ത്. ഓക്കെ, നമുക്ക് സിറ്റുവേഷൻഷിപ്പ് ആവാം. പക്ഷെ എന്റെ ബൂവിനെ എനിക്ക് ചതിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ബൂവാകും, നീ അവളെ ബെഞ്ചിങ്ങിന് വെച്ചോ. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. നീ ബേ, അവൾ ബൂ, അത്രേ പറ്റൂ. എന്നാ ഒരു കാര്യം ചെയ്യ്, നിന്റെ കോണ്ടാക്റ്റിൽ എന്നെ ബേന്നാക്ക്. ഒരു റെഡ് ഹാർട്ട്, ഒരു വൈറ്റ് ഹാർട്ട്, ഒരു ബ്ലാക്ക് ഹാർട്ട്. ഓക്കെ എഗ്രീഡ്. എന്നാ ഞാൻ സോഫ്റ്റ് ലോഞ്ചിങ് ചെയ്യാം. അയ്യോ ഇപ്പൊ ചെയ്യല്ലേ, ഞാൻ ബൂവിനോടൊന്ന് സംസാരിക്കട്ടെ പ്ലീസ്. സോഫ്റ്റ് ലോഞ്ചിങ്. താനൊരു റിലേഷൻഷിപ്പിലാണെന്ന് പറയാതെ ആൾക്കാരുടെ അടുത്ത് സോഷ്യൽ മീഡിയ വഴി അറിയിക്കുക. ആസ് പെർ ILYSM ഞാൻ സോഫ്റ്റ് ലോഞ്ചിങ് ചെയ്യും. എന്നാ പിന്നെ നീ എന്തെങ്കിലും ചെയ്തു തൊലയ്ക്ക്. അവളോട് എല്ലാം ഞാൻ പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്. എന്നിട്ടും ഇവളോട് ഞാൻ പറഞ്ഞതാണ് ബെഞ്ചിങ് മതി, കമ്മിറ്റ്മെന്റ് വേണ്ടാന്ന്. എനിക്കൊരു കുട്ടിയുണ്ട്, എന്റെ ബൂ. അവളിനി എന്നെ വിട്ടിട്ട് പോയല്ല, ഞാൻ എന്ത് ചെയ്യും? എടാ, നിന്റെ സ്വഭാവത്തിനെ ഇതൊക്കെ സ്വാഭാവികമാവും. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ബെഞ്ചിങ് നോക്കിയത്. സോ ശ്രുതി ഒരു ഓപ്ഷൻ മാത്രം. ഇവൾ അറിഞ്ഞുകൊണ്ടല്ലേ എടുത്ത് ചാടിയത്. കൂടാതെ എനിക്ക് മറ്റു കുട്ടികളായി ഇടപഴകി സ്നേഹിച്ച് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു പാരലൽ കുഷനിങ്. ഇതെല്ലാം അറിഞ്ഞിട്ട് അവള് കമ്മിറ്റ്മെന്റ് അവിടെ പറഞ്ഞ എങ്ങനെയാ? എന്റെ പൊന്നോ, നമ്മളിത് ഏത് യൂണിവേഴ്സിലാണ്? നിന്റെ അനിയത്തിക്കും പട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നീ എന്താ പിന്നെ എന്നോട് ചെയ്തേ? നീ എന്നെ പോക്കറ്റിംഗ് ചെയ്തോണ്ടിരുന്നത്. പാർട്ട്ണറെ കൂട്ടുകാരിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരും കാണാതെ ഒളിപ്പിച്ച് നിർത്തൂലേ, അത്. ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? എനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ട് ഞാൻ അവനോട് ഡിങ്ക് മതി എന്ന് പറഞ്ഞതാ. നീ എന്താടി പറയുന്നേ? ഡ്യുവൽ ഇൻകം, നോ കിഡ്സ്. 2 പേർക്കും ജോലി കാണും, വിവാഹിതരും ആയിരിക്കും, പക്ഷെ കുട്ടികൾ വേണ്ട. വെറുത്തിട്ട് വെറുപ്പിന്റെ അവസാനം കുട്ടിക്കൃഷ്ണനോട് ഇഷ്ടം തോന്നി തുടങ്ങി. കുട്ടികൃഷ്ണനോ? അവനേതാ? പ്രൊഫൈലിൽ വന്ന് നിന്നിട്ട് ഹെറ്ററോ ആണെന്ന് പറഞ്ഞിട്ട് നീ ഗേ ആണല്ലേ? ബേ, എനിക്ക് നിന്നോട് പ്രേമം തോന്നി തുടങ്ങി. അതായത് ഞാൻ ഷിപ്പിലായെന്ന് ഒരു സിനിമ ഡയലോഗിലൂടെ പറഞ്ഞതാ. പക്ഷെ നീ ഒരു യാത്രാപ്രായർ ആയിരുന്നു. എന്ന് വെച്ചാ പാർട്ട്ണറിനെ ഒന്നും പറയാൻ സമ്മതിക്കാത്ത ഒരുത്തൻ. നീ എപ്പോഴെങ്കിലും എന്നെ പറ്റി നീ ചോദിച്ചിട്ടുണ്ടോ? അത് നിന്റെ ബോംബിംഗ് കാരണം ഞാൻ മടുത്തിട്ടാണ്.
ബൂ വേണ്ട ബേ ആയിട്ട് നീ മാത്രം മതി എന്ന് നീ പറയുന്നത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ നീ ഇപ്പൊ ഫുൾ ടൈം സ്റ്റോം വാളിങ്. എന്ന് വെച്ചാ ഇമോഷണൽ ആയിട്ട് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരുത്ത്. ഇമോഷണലി അവൈലബിൾ ആവാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു. എനിക്കൊരു സ്നീക്കി ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞ എന്റെ ബൂ അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പൊ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ, നമുക്ക് കല്യാണം കഴിക്കാൻ. ബേ നീ എന്തോ ഈ പറയുന്നത്? ബെസ്റ്റീസ് തമ്മിൽ കല്യാണം കഴിച്ചതായിട്ട് ചരിത്രത്തിലേ ഇല്ല. നീ പിന്നെ പിന്നെ എന്നെ പറ്റിക്കായിരുന്നു. ബേ ചേച്ചിയും ചേട്ടനും ഇത് കേൾക്കണം. ഞാൻ മാരേജിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇവനെ തലയിലാവൂന്ന് കരുതി ഈ വേണ്ടാത്ത പരിപാടി എത്രയും ചെയ്ത്. കല്യാണം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മുടെ ജെൻസി ലൈഫിൽ അതില്ല. നിനക്കത് അറിഞ്ഞൂടെ? ഇവൻ ഇത്രയും കാര്യമായിട്ട് നോക്കി ഈ ബെസ്റ്റോട് ഇവൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മളുടെ ഷിപ്പ് എത്ര ഹാപ്പി ആയിരുന്നെങ്കിലും ഇവൻ വിചാരിക്കണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് ആയിരുന്നെങ്കിൽ പോലും ഞാൻ സമ്മതിക്കുമായിരുന്നു. ഇനിയെങ്കിലും പറ, ഇവൻ എന്താ നിന്നോട് കാണിച്ചത്? ഗോസ്റ്റിംഗ്. ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുക. ഇതിനെയാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ചെയ്യാൻ കൊള്ളാമോ ചേച്ചി? ചേട്ടൻ പറ, ചെയ്യാൻ കൊള്ളാമോ? ഇതിനാണോ നീ ഇത്രയും നേരം കരഞ്ഞ് നിലവിളിച്ചത്? അത് ഈ ഇവൻ കണക്ഷൻ വിട്ടുപോയേല്. ഇതൊരു ചെറിയ കാര്യമാണോ? ഇന്നലെയും കൂടെ ജെൻസി ഗ്രൂപ്പിൽ പറഞ്ഞതേ ഉള്ളൂ ഈ ഗോസ്റ്റിംഗ് എന്നുള്ള ഒരു പരിപാടി ക്രിമിനൽ കുറ്റമാക്കണമെന്ന്. ചേച്ചി, ഇവിടെ ഈ കെയറിങ്ങിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. എന്നിട്ട് എവളുടെ പരിപാടി എന്താണെന്നറിയോ? ഫുൾ ടൈം കെ ഡ്രാമ കാണലാണ്. പിന്നെ BTSന്റെ പേരും പറഞ്ഞ് കുറെ പർപ്പിൾ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ മടുത്തു. എനിക്കും അതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ. എടാ എനിക്ക് നിന്നെ വേണ്ട, പക്ഷെ ഉണ്ടല്ലോ എന്റെ ക്യൂൻ ഓഫ് ടിയേഴ്സും എന്റെ ബോയ്സ് ഓവർ ഫ്ലവേഴ്സും കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് വേറെന്തും ബാക്കി. എന്റെ ആർമി കേക്കണ്ട ഈ BTSനെ പറഞ്ഞത്. ഞാൻ അവിടുത്തെ ആക്റ്റീവ് മെമ്പറാ. നിനക്കൊന്ന് എൻ്റെ കൂടെ പുറത്തോട്ട് വരാൻ പറ്റും? അവന്റെ ഒരു കോപ്പിലെ കഥ തീർന്നപ്പോ തന്നെ രാത്രിയായി. ഈ കുരങ്ങൻ ഉടുപ്പിട്ട പോലെ ഇരിക്കുന്നവൻ ഗോസ്റ്റ് ആയി പോയെന്ന് പറയാനാണ് നീ എന്നെ രാവിലെ വിളിച്ചു വരുത്തിയത്. എടാ ഞാൻ അറിഞ്ഞോ ഇവിടെ കിടന്ന് കരഞ്ഞു വിളിച്ച് വല്ല കടുകയും ചെയ്താലോ എന്ന് പേടിച്ചാ ഞാൻ നിന്നെ വിളിച്ചേ. അവൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വേറെന്തോ വിചാരിച്ചേ. എടി വല്ലാത്തൊരു ജീവിതം തന്നെ എടി. തലയെ കൂടെ കുറെ ഫിസിക്സിലെ വാക്കുകൾ ഇടുന്ന് കറങ്ങുന്ന പോലെ ഉണ്ട്. ഗോസ്റ്റിംഗ്, ബെഞ്ചിങ്, സിറ്റുവേഷൻഷിപ്പ്, ടെക്സ്റ്റേഷൻഷിപ്പ്, പിന്നെ അവന്റെ അമ്മൂമ്മയുടെ വേറെന്തോ ഷിപ്പ്. അമ്മോ എടാ ഇവർക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇത്രമാത്രം സമയം എവിടെ നിന്ന് കിട്ടുന്നു? വാക്ക് മാത്രമല്ലല്ലോ, എല്ലാത്തിനും ഡെഫിനേഷനും ഉണ്ട്. ഈ വൃത്തികെട്ട ലവ് സ്റ്റോറിയാണ് അലവലാതി എന്നെ എക്സാമ്പിൾ ആക്കി പറഞ്ഞത്. സത്യം പറയാലോ, ഞാൻ കാണാത്തൊരു ലോകത്ത് ചെന്ന പോലെയായി എന്റെ അവസ്ഥ. ചേച്ചി, ചേട്ടാ, ചേട്ടാ, ചേച്ചി, എല്ലാം ശരിയായി. എന്ത് ശരിയായെന്ന്? എല്ലാം സെറ്റായി. ഇവ ഇനി ഗോസ്റ്റിംഗ് ചെയ്യൂലെന്ന് എനിക്ക് ഉറപ്പ് വന്നു. എന്ന് വെച്ചാ ഇവനെ നീ കല്യാണം കഴിക്കാൻ പോവാണ്? ഏയ് നോ നോ നോ, ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ട. ഞാൻ ഒരു ഷിപ്പിൽ കയറാൻ പോകും. റിലേഷൻഷിപ്പ് ദുരന്താണല്ലോ. അപ്പൊ നിന്റെ ബൂ അവളെ ഞാൻ ബെഞ്ചിങ് ഓപ്ഷനൊക്കെ മാറ്റി. പിന്നെ ഇവക്കൊരു ബെസ്റ്റ് ഉണ്ട് കേട്ടോ, അവരുടെ പേരത്തിൽ അമൽ റോക്സ്. ആ വേട്ടവളെ ഇന്ന് പോലും അവളെ ബെഞ്ചിങ് ഓപ്ഷൻ. നമ്മളിപ്പം സിറ്റുവേഷൻഷിപ്പിലുമാണ്, എന്നാ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റും ആണ്, എന്നാ നമ്മള് റിലേഷൻഷിപ്പിലും ആണ്. അതെ, ഇത് മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ഇവർക്കൊന്നും വലിയ പരിചയമില്ല. ഇനി ഞങ്ങൾ അഫോർഡ് ഡേറ്റിംഗ് മാറ്റിയിട്ട് നൈറ്റ് ഡേറ്റിങ്ങിന് പോവാണ്. അപ്പോൾ ബൈ ബൈ പോവാ. ഇനി ഞാനും നോക്കാൻ പോണു. എന്തോന്ന്? തമോഗൊച്ചി കേസ്. വീട്ടിലുള്ളതിനേക്കാൾ വലുതാണല്ലോ ദൈവമേ ഞാൻ വിളിച്ചു കയറ്റിയത്.